കാസർഗോഡ് കുരുപ്പടവിൽ വൻ കവർച്ച നടന്നിരിക്കുന്നു. സുബ്രായ സായ എന്നയാളുടെ വീട്ടിലാണ് കവർച്ച. 110 ഗ്രാം സ്വർണവും 20,000 രൂപയുമാണ് മോഷണം പോയത്. 3 മാസം മുൻപ് നടന്ന കവർച്ച വീട്ടുകാർ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. പണമെടുക്കാൻ അലമാരയുടെ ലോക്കർ തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. അരുൺ പൂപ്പറമ്പ സ്ഥലത്തുണ്ട്. അരുൺ, 3 മാസം മുമ്പുള്ള കവർച്ച ഇപ്പോഴാണോ അറിയുന്നത്? എന്താണിപ്പോൾ പോലീസ് പറയുന്നത്? എന്താണ് സൂചനകൾ? സ്മൃതി, ഇതിലെന്തായാലും മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വീട്ടുകാരുടെ പരാതിയിൽ പറയുന്നത് 3 മാസം മുമ്പാണ് ഈ മോഷണം നടന്നതെന്നാണ് അവരുടെ സംശയം. അതിൽ അവർ ഇത്തരം മോഷണം നടന്നുവെന്ന് അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ്. അവർ പണമെടുക്കാൻ ഈ അലമാരയുടെ ലോക്കർ തുറന്നപ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണ വിവരം അറിഞ്ഞത്. ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. എന്തായാലും ഇവിടെ പോലീസിൻ്റെ ഉൾപ്പെടെ പരിശോധനകൾ നടക്കുകയാണ്. സുബ്രായ സായ എന്നാണ് ഈ ഉടമസ്ഥൻ്റെ പേര്. ഈ വീട്ടിൽ ഇവർ പറയുന്ന അനുസരിച്ച് മാർച്ച് 9-നും 11-നും ഇടയിലായിരിക്കാം ഇവരൊരു ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു. ആ സമയത്ത് മോഷണം നടന്നു എന്നൊരു സംശയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സ്ഥിരമായി ഈ അലമാരയുടെ ലോക്കർ തുറക്കാറില്ല. ഇതിനകത്തായിരുന്നു സ്വർണവും പണവും ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അവർക്കൊരു പണം എടുക്കേണ്ട ഒരു ആവശ്യത്തിന് ഇത് തുറന്നപ്പോഴാണ് പണവും സ്വർണവും നഷ്ടമായത് എന്നതാണ്. ഈ ദൃശ്യത്തിൽ കാണുന്ന അലമാരയാണ്. ഇതിലായിരുന്നു സ്വർണവും അതോടൊപ്പം തന്നെ 110 ഗ്രാം സ്വർണവും അതോടൊപ്പം തന്നെ 20,000 രൂപ ഉണ്ടായിരുന്നതെന്നാണ് ഇവരുടെ സുബ്രായ സായയുടെ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ലോക്കറൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ താക്കോൽ വീട്ടിൽ തന്നെ മറ്റൊരു ഇടത്താണ് വെച്ചിരുന്നത്. അത് കൃത്യമായി എടുത്ത് ഇത് തുറന്ന് ആ താക്കോൽ അതുപോലെ തന്നെ അവിടെ വെച്ചു എന്നതാണ് വീട്ടുകാരുടെ പരാതിയിൽ പറയുന്നത്. അതായത് ഈ വീടും ഈ പരിസരവും എല്ലാം നന്നായി അറിയുന്ന ആളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്ന സംശയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ ഈ വീട്ടുകാർ സുബ്രായ സായ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് എപ്പോഴാണ് ശരിക്കും മോഷണം നടന്നതായി നിങ്ങൾ സംശയിക്കും? മോഷണം നടന്നത് മൂന്നാം മാസം 10-ാം തീയതിയായിട്ട് ഉണ്ടാവും. 9-ന് നമ്മൾ 11 മണിയോട് ഇവിടെ തന്നെ ഉണ്ടായി. അതിനുശേഷം നമ്മൾ ബസ്സിന് പോയത്. പിന്നെ 11 മണിക്ക് 5 മണിക്ക് ഇടത്തേക്ക് വീട്ടിലേക്ക് മടങ്ങി. നിങ്ങളിത് ആദ്യം ആ ഘട്ടത്തിലൊന്നും ഇത് അറിഞ്ഞിരുന്നില്ല? പിന്നീട് കുറെ കഴിഞ്ഞാണ്? 8 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ ഏട്ടൻ്റെ ഒന്ന് സദ്ഗതി ഉണ്ടായി. അതിലേക്ക് പൈസ എൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുത്ത് അതിൻ്റെ താക്കോൽ എടുത്ത്. അപ്പോൾ പണം കാണുന്നില്ല. ഇത് നോക്കുമ്പോൾ മറ്റേ നമ്മളെ ഇത് കാണുന്നില്ല, ഇത് പൊന്നു കാണുന്നില്ല. അങ്ങനെയാണ് പോലീസ് പരാതി. അതെ, 25-ന് ഞാൻ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് പോലീസിനെ അയച്ച്, ഉച്ചയ്ക്ക് ശേഷം പോലീസിനെ അയച്ചിട്ടേക്ക് പോലീസ് എന്നിട്ട് അന്വേഷിച്ചിട്ട് പോയി. പിന്നെ ഒന്നും ഇതില്ല. പിന്നെ 30-ാം തീയതി കൈ കൊണ്ട് എഴുതിയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. 30-ാം തീയതി ഉമേഷ് SI പിന്നെ പോലീസെല്ലാം വന്നു. 3-ാം തീയതി അതേ 3-ാം തീയതി ഇത് ഡൗട്ടുള്ള ആളെ ഇത് കൊടുത്തു. ഞാൻ ഒന്നും അന്വേഷണം ഇല്ല. വീടും ഇതെല്ലാം നന്നായി അറിയുന്നവരെയാണോ നിങ്ങൾ? അതെ, അത് വീടിൻ്റെ നമ്മളെ ഒന്നിച്ചിട്ടുള്ള ആൾ തന്നെ ആയിട്ടുണ്ടാവും. നമ്മളെ ഇടത്തേക്ക് വന്നുകൊണ്ടുള്ള ആളായിട്ടുണ്ടാവും എന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പോൾ പിന്നീട് SP-ക്കാണോ അവസാനം പരാതി? അവസാനം 13-ാം തീയതി പോയിട്ട് SP-ക്ക് കൊടുത്തു. അല്ല, അതെ, ഈ 13-ന് പോയിട്ട് SP-ക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. എന്തായാലും സ്മൃതി പറയുന്നത് 3 മാസം മുമ്പ് നടന്ന കവർച്ചയാണ്. അത് ഇപ്പോഴാണ് അവർ കഴിഞ്ഞ പണമെടുക്കാൻ ഈ അലമാര തുറന്നപ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത്. എന്തായാലും പോലീസ് ഇവിടെ പരിശോധനകളൊക്കെ നടത്തുകയാണ്. മഞ്ചേശ്വരം പോലീസാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. മഞ്ചേശ്വരം പോലീസിൻ്റെ പരിശോധനകളൊക്കെ ഈ വീട്ടിൽ നടക്കുകയാണ്. എന്തായാലും വലിയ കവർച്ചയാണ്. ഇവരുടെ പരാതി അടിസ്ഥാനത്തിലാണെങ്കിൽ 110 ഗ്രാം സ്വർണവും 20,000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. എന്തായാലും ഈ 3 മാസം മുമ്പ് നടന്നതായതുകൊണ്ട് തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിലും പരിമിതിയുണ്ട്. എന്തായാലും മഞ്ചേശ്വരം പോലീസ് അന്വേഷണം തുടരുകയാണ്.